അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അത്തൻവീൻ. എങ്ങനെയാണ് തൻവീൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഒരു അക്ഷരത്തിൻ്റെ മുകളിൽ കാണുന്ന ഇരട്ട ഫത്തഹ്, രണ്ട് ഫത്തഹ്, അല്ലെങ്കിൽ അക്ഷരത്തിന് താഴെ കാണുന്ന രണ്ട് കെസ്റ്, അല്ലെങ്കിൽ അക്ഷരത്തിന് മുകളിൽ കാണുന്ന രണ്ട് ലൊമ്മ്. ഇതാണ് തൻവീന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തൻവീൻ്റെ അടയാളം ഇതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം, തെൻവീൻ ബിൽ ഫത്തഹിന് രണ്ട് ഫത്തഹും അതിൻ്റെ കൂടെ ഒരു അലിഫും ഉണ്ടായിരിക്കും. ഈ അലിഫിന് പ്രത്യേകമായിട്ട് യാതൊരു ഉച്ചാരണവും ഇല്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ തെൻവീന് ഒരക്ഷരത്തിന് മുകളിൽ വരുമ്പോൾ, ഇപ്പോൾ ഒരക്ഷരത്തിന് മുകളിൽ രണ്ട് ഫത്തഹ് വരികയാണെങ്കിൽ ആ അക്ഷരം എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള അക്ഷരം ബ എന്നുള്ള അക്ഷരമാണ്. ആ ബാക്ക് രണ്ട് ഫത്തഹും ഒരു അലിഫും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? ഇപ്പോൾ ബാക്ക് ഫത്തഹ ആയതുകൊണ്ട് തന്നെ ബ ഫത്തഹ, പിന്നെ നൂന് സുക്കൂന്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? ബൻ എന്നാണല്ലോ വായിക്കുക. അതാണ് ഈ തെൻവീൻ ബിൽ ഫത്തഹിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഉച്ചാരണം എന്ന് പറയുന്നത്. ബൻ എന്നാണ് ഇത് വായിക്കേണ്ടത്. അതേപോലെ തന്നെ ബാക്ക് രണ്ട് കെസ്റാവുമ്പോൾ ബാക്ക് കെസ്റാണ്, അപ്പോൾ ബി. അതിൻ്റെ കൂടെ തന്നെ നൂന് സുക്കൂനും വരിക, ആ ബിൻ ബിൻ. ഓക്കെ, അപ്പോൾ ബാക്ക് രണ്ട് കെസ്റ് കണ്ടാൽ, അല്ലെ ബാക്ക് തെൻവീൻ ബിൽ കെസ്റ് കണ്ടാൽ അത് വായിക്കേണ്ടത് ബിൻ എന്നാണ്. ഓക്കെ, ഇനി ബാക്ക് രണ്ട് ലൊമ്മ്, തെൻവീൻ ബിൽ ലൊമ്മ് വന്നാൽ എങ്ങനെയാണ് നമ്മളത് വായിക്കുക? ബാക്ക് ലൊമ്മ്, അപ്പോൾ ബു, പിന്നെ നൂന് സാക്കിന വന്നാൽ ബുൻ ബുൻ. അപ്പോൾ ബാക്ക് തെൻവീൻ ബിൽ ലൊമ്മ് വന്നാൽ അത് ബുൻ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഈ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള വാക്കുകൾ, അതായത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ എ അല്ലെങ്കിൽ ആൻ എന്നൊക്കെ ചേർക്കുമല്ലോ. എ ബുക്ക്, ആൻ അംബർല എന്നൊക്കെ പറയില്ലേ. മലയാളത്തിലാണെങ്കിൽ ഒരു പുസ്തകം എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യില്ല. അതിന് പകരമായിട്ടാണ് അറബിയിൽ തെൻവീൻ നമ്മൾ ചേർക്കുന്നത്. ഈ തെൻവീൻ ബിൽ ഫത്തഹ് വരല്, തെൻവീൻ ബിൽ കെസ്റ്, തെൻവീൻ ബിൽ ലൊമ്മ്, ഇതൊക്കെ മാറി മാറി വരുന്നത് അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇതെങ്ങനെയാണ് വായിക്കുന്നത് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വായിക്കേണ്ടത് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി ഓരോ അക്ഷരത്തിനും തെൻവീൻ ബിൽ ഫത്തഹ് വരുമ്പോൾ ആ അക്ഷരം എങ്ങനെയാണ് വായിക്കേണ്ടത് നമുക്ക് നോക്കാം. ബാക്ക് തെൻവീൻ ബിൽ ഫത്തഹ് വരുമ്പോൾ രണ്ട് ഫത്തഹും ഒരലിഫും ഉണ്ടാവും. അത് എല്ലാ അക്ഷരത്തിനും, ബ മുതൽ യാ വരെയുള്ള എല്ലാ അക്ഷരത്തിനും അങ്ങനെ തന്നെയാണ്. രണ്ട് ഫത്തഹും ഒരലിഫും വരുന്നതാണ് തെൻവീൻ ബിൽ ഫത്തഹ്. ഇപ്പോൾ ബാക്ക് വരുമ്പോൾ ബൻ, തേക്കാവുമ്പോൾ തെൻ, ത തെൻ തെൻ. ഓക്കെ, സേക്കാവുമ്പോൾ സെൻ, ജീമിനാവുമ്പോൾ ജെൻ, ഹാക്കാവുമ്പോൾ ഹെൻ, അതേപോലെ തന്നെ ഹൊൻ, ദെൻ, സെൻ, റെൻ, സെൻ, സെൻ, ഷൻ, സ്വൻ, ല്വൻ, ത്വൻ, ലെൻ, ആൻ, അൻ, ഫെൻ, കൊൻ, കെൻ, ലെൻ, മെൻ, നെൻ, ഹെൻ, വെൻ, യെൻ, എൻ. ഹംസക്ക് ആവുമ്പോൾ എ എന്നാണല്ലോ. ഹംസക്ക് ഫത്തഹ ആവുമ്പോൾ എ, അപ്പം അതിൻ്റെ കൂടെ നൂന് സാക്കിന് വരുമ്പോൾ അൻ എൻ. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് തെൻവീൻ ബിൽ ഫത്തഹ് ഒരക്ഷരത്തിന് വരുമ്പോൾ ആ അക്ഷരത്തിൻ്റെ സൗണ്ട്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.